താങ്ക് യു അങ്കിൾ. എന്തിനാ സൂര്യ, അതിനു വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞു? നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന ചെറിയൊരു കാര്യമായിരിക്കും വലിയ ഉപകാരത്തെ കൊണ്ടെത്തിക്കുന്നത്. ആ സമയത്ത് അങ്കിളിന് അങ്ങനെ തോന്നിയതുകൊണ്ടല്ലേ ഭാവനയെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയത്. ഭാവന, താൻ അങ്കിളിനോടൊപ്പം ചെല്ല. സൂര്യ വരുന്നില്ലേ? അത് 7-8 തവണ അമ്മ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയിട്ട് വിളിക്കാം. സൂര്യസില് എന്തെങ്കിലും ആവശ്യത്തിനാവും ജയ വിളിച്ചത്. ഞങ്ങൾ പോയിക്കോളാം. ശരി അങ്കിൾ. ഭാവന, ഞാൻ വിളിക്കാം. മോള് കയറി. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. ഇപ്പം നമ്മൾ ചെയ്താണ് ശരി. ഇല്ലെങ്കിൽ ഭാവന കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കും. പിന്നെ ഈ വസ്തുവിനെ കുറിച്ച് നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഇതാകുമ്പോ ഒന്നുമില്ലെങ്കിലും നമുക്ക് തരാന്ന് പറഞ്ഞില്ലേ. നീ വിചാരിക്കുന്ന പോലൊക്കെ നടന്നിട്ട് പറയാം നടന്നെന്ന്. ഗായത്രി മാത്രം തീരുമാനിച്ച വേറെ പ്രശ്നം വരില്ല. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഭാവനയ്ക്ക് അവളുടെ അച്ഛന്റെ സ്വഭാവമാ കിട്ടിയിരിക്കുന്നത്. എന്ത് കാര്യവും തീരുമാനം ഉണ്ടാക്കിയിട്ടേ പിന്മാറും. ഇതിപ്പോ എങ്ങനെയൊക്കെ വരുമെന്ന് കണ്ടു തന്നെ അറിയാം. അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. നമ്മളെ പറഞ്ഞു പറ്റിച്ച എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതേമേ, നമ്മൾ അത്രയ്ക്ക് നിസ്സാരക്കാരല്ല എന്ന് ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ട് കാണും. ആ ജാനകിയെ സൂക്ഷിക്കണം. അവള് വന്നാണ് എല്ലാം കുളവാക്കിയത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. ഇനിയിപ്പോ കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. എത്രയും വേഗം ആ വസ്തു എഴുതി മേടിക്കാൻ നോക്കണം. എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. 2 ദിവസം നോക്കാച്ചാ, എന്നിട്ട് അച്ഛൻ തന്നെ വിളിച്ച് സംസാരിച്ചാൽ മതി. അമ്മയെ ആ ജാനകി വീൽ ചെയറിൽ വെച്ച് തല്ലാൻ കയ്യോങ്ങിയപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അങ്ങനൊന്നും ഞാൻ പോവില്ല മോളെ. എന്റെ ഭർത്താവിന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിച്ചിട്ടേ ഞാൻ പോവൂ. അതുകൊണ്ട് തന്നെയാ എനിക്ക് ഇത്രയും വാശി തോന്നിയത്. ഞാൻ ഒരുപാട് കണക്ക് കൂട്ടുകൾ കൂട്ടിപ്പോയമേ. ആ വസ്തു നമുക്ക് കിട്ടിയ പിന്നെ നമുക്ക് തിരിഞ്ഞു പിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ കയ്യെ കിട്ടണമല്ലോ. പറ്റിയ അവളുടെ മോളെ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കണം. എന്നാലേ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റൂ. അതിനി നടക്കുമെന്ന് തോന്നില്ല അമ്മേ. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടമേ. ഒന്നും നമ്മളെ മുൻകൂട്ടി വിധിക്കണ്ട. എന്താണോ നടക്കാൻ വിധിച്ചിട്ടുള്ളത് അത് നടക്കുക തന്നെ ചെയ്യും. എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാൻ പോണില്ല. കരയതമ്മേ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതമ്മേ. പക്ഷെ അമ്മ അവരുടെ കാല് പിടിക്കാനൊന്നും പോകണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയൊന്നും ആലോചിച്ചില്ല മോളെ. നിന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നേ ഞാൻ ആലോചിച്ചുള്ളൂ. എടി, ഒരു പെണ്ണായി നീ എന്തിനാ അവരെ വീട് കയറിത്തെല്ലാം പോയത്? സാധാരണ ഇത്തരം കാര്യങ്ങൾ നീ എന്നല്ലേ ഉപദേശിക്കാറുള്ളത്? കേസും കൊടുത്ത് എനിക്കൊരു പുത്തിരിയല്ല. നിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? തക്കതായിട്ടുള്ള എന്തോ കാര്യം ഇതിന്റെ പിന്നിലുണ്ട്, അത് ഉറപ്പാ.
ആ, പറ മോളെ, പറ മോളെ. അതെന്താണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനിയും മോഹനം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ, ഇനി മോഹൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഗായത്രി ഇപ്പൊ സമ്മതിച്ച പോലെ അങ്ങ് ചെയ്താൽ മതി. സ്വസ്ഥത കിട്ടുമല്ലോ. അമ്മ എന്താ സമ്മതിച്ചെന്ന് ഇവരിപ്പോ പറയുന്നേ? ഗായത്രിയുടെ അച്ഛൻ, അതായത് നിങ്ങളുടെയൊക്കെ മുത്തച്ഛൻ, പണ്ട് ഗായത്രിയുടെ പേരിൽ എവിടെയോ കുറച്ച് വസ്തു വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗായത്രിക്ക് അറിയില്ലായിരുന്നു. ആ വസ്തു മോഹന്റെ പേർക്ക് എഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കാമെങ്കിൽ കേസ് പിൻവലിക്കാമെന്ന മോഹനും അവരും പറയുന്നത്. അവന്റെ ആ പെരട്ട തള്ളേ. അത് എഴുതി കൊടുക്കാമെന്ന് ഗായത്രി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാ നിനക്കെതിരെയുള്ള കേസ് മോഹനം പിൻവലിച്ചത്. അതേത് വസ്തു അമ്മേ? എനിക്കറിയില്ല മോളെ. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഗായത്രി ആ ഉറപ്പ് കൊടുത്തുകൊണ്ടാണല്ലോ ഭാവനക്കെതിരെയുള്ള കേസ് പിൻവലിച്ചത്. അതെ പപ്പേട്ട. പിന്നെ വേറൊരു കാര്യം കൂടെ മോഹൻ ആവശ്യപ്പെട്ടു. ഭാനുവിനെ അവന്റെ മോന് കെട്ടിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഗായത്രി പറഞ്ഞു നടുക്കടലിൽ അവളെ കൊണ്ട് തള്ളിയാലും അവിടേക്ക് ഭാനുവിനെ അയക്കില്ലെന്ന്. അത് നന്നായി ഗായത്രി. ഇതിലും വലിയൊരു തിരിച്ചടി അവൻ ഒരിക്കലും കിട്ടാനില്ല. പണ്ടേ അവനൊരു പണക്കൊതിയനാ. അവൻ തിരിച്ചു വന്നത് തന്നെ ആ വസ്തു മനസ്സിൽ കണ്ടിട്ടായിരിക്കണം. അതിലൊരു സംശയം വേണ്ട ഗായത്രി. അവൻ പഠിച്ച കള്ളനാണ്. നീ നോക്കിക്കോ, അവന്റെ മോനുണ്ടല്ലോ അവനേക്കാൾ വലിയ കള്ളനായി മാറും. എന്തായാലും ആ തലവേദന ഒഴിഞ്ഞല്ലോ മാമ. അമ്മയെ ഉപദ്രവിച്ചാ പിന്നെ ഞങ്ങൾ നോക്കിയിരിക്കുമല്ലോ. അതിനൊക്കെ ഉള്ളത് ഞങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മോളെ. ദേ മതി, ഇതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കണം. കൊണ്ടുപോട്ടെന്നേ, അവൻ ആ വസ്തു കൊണ്ടുപോയി എന്തോ ചെയ്ത് തൊലയട്ടെ. നമുക്കൊക്കെ വേണ്ടത് സ്വസ്ഥതയാ.